بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد സൂറത്തുൻ നജ്ം 43 മുതൽ 52 വരെയുള്ള ആയത്തുകളാണ് പുതിയ പാഠമായി നമ്മൾ ഇന്ന് പാരായണം ചെയ്യുന്നത്. ഈ ആയത്തുകളിൽ പ്രധാനമായി നാം അറിഞ്ഞിരിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ എന്താണ് നമുക്ക് പരിശോധിക്കാം. ഒന്നാമതായി വഅന്നഹു ഹുവ, ഷദ് നൽകപ്പെട്ട നൂൻ, നൂൻ മുഷദ്ദദ 2 ഹറക്കത്തിന്റെ അളവിൽ മണിക്കണം. അതിൽ 2 ഹാ തുടർച്ചയായി വരുന്നു. അന്നഹു ഹുവ വ്യക്തമാക്കി ഹാ ഉച്ചരിക്കണം. അദ്ഹക അദ്ഹക ദ്വാദിന്റെ മഖ്റജിൽ നിന്ന് തന്നെ അതിന്റെ ഉച്ചാരണം വരണം. തഫ്ഖീമോടുകൂടി ദ്വാദ് ഉച്ചരിക്കേണ്ടതാണ്. ഹാ ഹൽഖിയായ അക്ഷരമാണ്. ഹാ വ്യക്തമാക്കി ശരിക്ക് അതിന്റെ മഖ്റജിൽ നിന്ന് തന്നെ, തൊണ്ടയുടെ മധ്യത്തിൽ നിന്ന് തന്നെ ഹാ ഉച്ചരിക്കുക. അദ്ഹക വഅബക, ബാഇന്റെ സുകൂൻ ഖൽഖല നൽകി ശബ്ദം ചലിപ്പിച്ച് വ്യക്തമാക്കി ഉച്ചരിക്കണം. വഅന്നഹു ഹുവ അമാത വഅഹ്യ, വീണ്ടും 2 ഹാകൾ വന്നു. ഷദ് നൽകപ്പെട്ട നൂനിനെ മണിക്കുക. അമാത വഅഹ്യ, ഈ വചനത്തിൽ തഫ്ഖീമിന്റെ ഒരു അക്ഷരം പോലും ഇല്ല. എല്ലാം ഇസ്തിഫാലിന്റെ തർക്കീഖ് ചെയ്ത് ഉച്ചരിക്കേണ്ട അക്ഷരങ്ങളാണ്. വഅന്നഹു ഹുവ അമാത വഅഹ്യ. അടുത്ത വചനം വഅന്നഹു, വീണ്ടും ശബ്ദ നൽകപ്പെട്ട നൂൻ. ഏതാനും വചനങ്ങളിലൊക്കെ തുടർച്ചയായിട്ട് ഇനിയും വരുന്നുണ്ട് ഈ പദം. ഖലഖ, ഖാ, ഖാഫ്, ഇവ രണ്ടും തഫ്ഖീമിന്റെ അക്ഷരങ്ങളാണ്, ഇസ്തിഅലാഇന്റെ ഹർഫുകളാണ്. ഖലഖ, അതിന്റെ ഇടക്ക് ലാം ഇസ്തിഫാലിന്റേതാണ്, തർക്കീഖ് ചെയ്യുക. ഖലഖ അസ്സൗജൈനി, അസ്സൗജൈനി ദകറ, ദാലിക് കാഫ്, പിന്നെ റാ തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കുക. الذكر والأنثى, സാക്കിനാനുൻ ഇഖ്ഫാ ഹഖീഖി അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. മിൻ നുത്ഫ, സാക്കിനാനൂനിന് ശേഷമുള്ള നൂനിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കണം. ഇദ്ഗാം ബിഗുന്ന കാമിൽ. മിൻ നുത്ഫ, ത്വാഇന്റെ സുകൂൻ ഖൽഖല നൽകി ശബ്ദം ചലിപ്പിച്ച് വ്യക്തമാക്കണം. ത്വാഇന് തഫ്ഖീമും നൽകണം. മിൻ നുത്ഫ. നുത്ഫത്തിൻ എന്ന പദത്തിൽ തൻവീൻ ഇൽഹാർ ഹൽഖി നൽകി മണിക്കാതെ വെളിവാക്കണം. ഇദാ തുംന, സാക്കിന മീം ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. വീണ്ടും വഅന്ന, നൂൻ മുഷദ്ദദ മണിക്കണം. അലൈഹിൻ നഷ്അ, അവിടെയും നൂൻ മുഷദ്ദദ വരുന്നു. ശബ്ദ നൽകപ്പെട്ട നൂൻ മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. അന്നഷ്അത, ഹംസ വ്യക്തമാക്കി ഉച്ചരിക്കണം. പലർക്കും തെറ്റാറുള്ള ഒരു ഹർഫാണ് ഹംസ. അന്നഷ്അത, നഷ്അത എന്ന് പറയും. നഷ്അത ശിദ്ദത്തിന്റെ ഹർഫാണ്. ഖതാഇന്റെ ഹംസ വ്യക്തമാക്കി അന്നഷ്അതൽ ഉഖ്റ, അൽ ഉഖ്റ, ഉ എന്ന ആ ഹംസയും കേൾക്കാതെ അൽ ഉഖ്റ എന്നൊക്കെ പറയും. നഷ്അതൽ ഉഖ്റ, നഷ്അതൽ ഉഖ്റ അവ്യക്തമാക്കി ഉച്ചരിക്കും. അത് സൂക്ഷിക്കേണ്ടതാണ്. അന്നഷ്അതൽ ഉഖ്റ. വീണ്ടും നൂൻ മുഷദ്ദദ. വഅന്നഹു ഹുവ അഗ്ന വഅഖ്ന, ഗൈന് ഖാഫ് ഇവ രണ്ടും തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കണം. ഗൈന് ഹൽഖിയാണ്, ഖാഫ് ലഹവിയാണ്. ഈ അക്ഷരങ്ങളൊക്കെ വ്യക്തമായി ഇതിന്റെ മഖ്റജിൽ നിന്ന് തന്നെ ഉച്ചരിക്കുക. ഖാഫിന് ഖൽഖല നൽകണം, സുകൂൻ ആയതുകൊണ്ട്. അഗ്ന വഅഖ്ന. വീണ്ടും വഅന്നഹു, നൂൻ മുഷദ്ദദ മണിക്കുക. ഹുവ റബ്ബു, റാ തഫ്ഖീം ചെയ്യുക. റബ്ബുശ് ശിഅറ, റാഇനെയും അതിന്റെ ദീർഘാക്ഷരമായ അലിഫിനെയും രണ്ടും തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കുക. അശ്ശിഅറ. വീണ്ടും വഅന്നഹു അഹ്ലക, വഅന്നഹു എന്നതിലെ ദീർഘം മദ്ദുസ്സിലത്തിൽ കുബ്ര എന്ന ജായിസ ദീർഘമാണ്. മദ് മുൻഫസിലിന്റെ വിധി നൽകപ്പെടുന്ന ദീർഘമാണ്. ഹ ഉദ്ദമീറിനെ 4-5 ഹറക്കത്തിന്റെ അളവിൽ ദീർഘിപ്പിക്കുക. വഅന്നഹു അഹ്ലക. അഹ്ലക ആദനിൽ ഊല,
ആദൻ എന്ന തൻവീൻ, അതിൽ വരുന്ന സുക്കൂനിന്റെ ഉച്ചാരണം, അതിൽ ഒരു സാക്കിനായ നൂൻ ഉച്ചരിക്കുന്നുണ്ട്. ആ സുക്കൂനും അൽ ഊല എന്നതിലെ ഹംസത്തുൽ വസ്ൽ ഒഴിവാകുമ്പോൾ ഉണ്ടാകുന്ന സാക്കിനായ ലാമിന്റെ സുക്കൂനും, ഇങ്ങനെ രണ്ട് സുക്കൂൻ ഒരുമിച്ച് വരുന്നു. അപ്പോൾ അത് പരിഹരിക്കണം. ഇൽത്തിഖാഉ സാക്കിനൈൻ വന്നാൽ, സംഭവിച്ചാൽ അതിന് പരിഹാരമുണ്ടാകണം. ഇവിടത്തെ പരിഹാരം തഹ്രീക്കാണ്, ഹറക്കത്ത് നൽകുക. ആദൻ എന്നതിലെ സാക്കിനായ നൂനിന്റെ സുക്കൂനിനെ ഹറക്കത്താക്കി മാറ്റി ആദനിൽ ഊല എന്ന് കസ്ർ നൽകപ്പെട്ട നൂന് ഉച്ചരിക്കണം. ആദനിൽ ഊല. വസമൂദ ഫമാ അബ്ഖാ. അബ്ഖാ എന്നതിലെ ഖാഫും അതിന്റെ അലിഫും രണ്ടും തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കണം. വ്യക്തമായി അതിന്റെ മഖ്റജിൽ നിന്ന് ഉച്ചരിക്കുക. വഖൗമ ഖാഫ്. നൂഹിം മിൻ. തൻവീനിനെ പൂർണ്ണമായും മീമിൽ ലയിപ്പിച്ച് മണിക്കണം, ഇദ്ഗാം ബിഗുന്ന. മിൻ ഖബ്ൽ സാക്കിനായ നൂൻ ഇഖ്ഫാ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിക്കണം. മണിക്കലിലും തഫ്ഖീം ഉണ്ടാവണം. കാരണം ഖാഫ് ഇസ്തിഅലാഇന്റെ തഫ്ഖീമിന്റെ ഹർഫാണ് എന്നതുകൊണ്ട് മിൻ ഖബ്ൽ. ബാഇന്റെ സുക്കൂൻ ഖൽഖല നൽകി ശബ്ദം ചലിപ്പിക്കുക. ഖബ്ൽ. ഇന്നഹും. വീണ്ടും നൂൻ മുഷദ്ദദ മണിക്കുക. സാക്കിനായ മീമിനെ ഇൽഹാർ ഷഫവി മണിക്കാതെ വെളിവാക്കുക. ഇന്നഹും കാനൂ ഹും അദ്ലമ. ഹും എന്നതിലെ സാക്കിനായ മീം വീണ്ടും ഇൽഹാർ ഷഫവി. അദ്ലമ ളാ വഅത്ഗാ ത്വാ ഗൈന് അതിന്റെ അലിഫ്. ഇതൊക്കെയും തഫ്ഖീം ചെയ്യേണ്ട അക്ഷരങ്ങളാണ്. ത്വാഇന് സുക്കൂനായതിനാൽ ഖൽഖല നൽകി ശബ്ദം ചലിപ്പിച്ച് വ്യക്തമാക്കുകയും വേണം. أظلم وأطغى. بارك الله فيكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأنه هو أضحك وأبكى. وأنه هو أمات وأحيا. وأنه خلق الزوجين الذكر والأنثى من نطفة إذا تمنى. وأن عليه النشأة الأخرى. وأنه هو أغنى وأقنى. وأنه هو رب الشعرى. وأنه أهلك عادا الأولى. وثمود فما أبقى. وقوم نوح من قبل إنهم كانوا هم أظلم وأطغى.